ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു കപ്പിയും മീൻകറിയും കഴിക്കണമെന്ന്. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. മീൻ മേടിക്കാൻ വേണ്ടി സ്പാറിൽ ചെന്നപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച ചാള പെർഫെക്റ്റ്. പിന്നെ സ്പാറിൽ സ്കൂഷ എന്ന് പറയുന്നൊരു അറ്റ്ലാന്റിക് അയലയാണ് കേട്ടോ. അത് ശരിക്കും അയലയുടെ ടേസ്റ്റ് കിട്ടും. അപ്പം ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു മീൻകറി ഒന്നുകൂടി ടേസ്റ്റി ആവണമെങ്കിൽ കോക്കനട്ട് ഓയിൽ മസ്റ്റാണെന്ന്. അപ്പം എന്നാൽ പിന്നെ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് വെച്ച് നമ്മൾ അതും മേടിച്ചു. അങ്ങനെ മീനും ചിക്കനും എല്ലാം കൂടി സ്പാറിൽ നിന്ന് മേടിച്ചിട്ട് ഇന്നത്തെ പ്ലാനും ഇൻഗ്രീഡിയൻസും സെറ്റായി. എൻ്റെ ഒരൊറ്റ പ്ലാനിൻ്റെ പുറത്ത് 22 യൂറോ ചിലവായെന്നും പറഞ്ഞാൽ കണക്കും പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് ഗോബുജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു ടാസ്ക് കിട്ടിയായിരുന്നു. ചെതമ്പല് കളയാത്ത ചാളിയായിരുന്നു. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ 1-2 മണിക്കൂർ എടുത്തു. അപ്പം ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് മേടിപ്പിച്ച ഒരു ഫ്രോസൺ കപ്പയാണ് കേട്ടോ ഇത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ഇന്നത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഉമ്മ പറഞ്ഞ റെസിപ്പിയിലാണ് ഞാൻ ഇന്നത്തെ മീൻകറി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. മുളകില്ലാത്ത മുളകിട്ട് വെച്ച മീൻകറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കുറേ നാളായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന കരിഞ്ഞു പോയി കറിവേപ്പിലയാണ്. പച്ചമുളക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുളകാണ് ചേർത്തത്. ആൻഡ് ഫൈനലി ഹിയർ വി ഗോ. ഇത് ഞാൻ ചുമ്മാ ആഡംബരത്തിൽ ചേർത്തൊരു ബീഫ് സൂപ്പാണ്. ദെൻ ദിസ് ഇസ് ഇറ്റ്. പിന്നെ ഈ കപ്പ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഫ്രോസൺ ആണെന്ന് കരുതി ഞാനൊന്ന് വില കുറച്ച് കണ്ടു, ബട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പം നാട്ടിൽ ഏതെങ്കിലും ഫുഡുകൾ മിസ് ചെയ്യുമ്പം നമുക്കിടയ്ക്ക് ഇന്ത്യൻ സ്റ്റോറുകളൊക്കെ ഒന്ന് ആശ്രയിക്കാവുന്നതാണ്. അപ്പം ശരി, ബൈ.